ആയിരിക്കും ഹാലൻഡിന് കിട്ടിയ ആ ഒരു മെഡൽ തന്റെ അച്ഛന്റെ കഴുത്തിലിട്ട് കൊടുക്കുന്നത്. തന്റെ അച്ഛന്റെ മുൻപിൽ ഹാലൻഡിന് വിജയം നേടാൻ സാധിച്ചു. അതുപോലെ തന്നെ നെയ്മറും തന്റെ അച്ഛനും കളിയും ചിരിയുമായി നല്ലതായി കഴിയുന്നു. കിലിയൻ എംബാപ്പയുടെ പിതാവിന് തന്റെ മകന്റെ നേട്ടങ്ങൾ കാണുവാൻ സാധിച്ചു. ലയണൽ മെസ്സിയുടെ മികച്ച നേട്ടങ്ങൾ കാണുവാൻ തന്റെ പിതാവിന് സാധിച്ചു. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ പിതാവ് തന്റെ മകന്റെ നേട്ടങ്ങൾ കാണുവാൻ ഈ ലോകത്തുണ്ടായിരുന്നില്ല. വളരെയധികം സങ്കടത്തോടെ ഈ ഒരു കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇന്റർവ്യൂവിൽ വെച്ച് പറയുകയാണ്. ഇത്രയും മികച്ച പ്ലെയറിന്റെ കഴിവ് തന്റെ പിതാവിന് കാണുവാൻ സാധിച്ചില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് റൊണാൾഡോ ഇഷ്ടമായേക്കാം, എന്നാൽ 1 ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇവിടെ നമുക്ക് കാണാം 10-70 കിലോമീറ്റർ അപ്പുറമുള്ള കടൽ എങ്ങനെ ഇവിടെ എത്തിയെന്നതിൽ ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടിയ വാർത്ത സുനാമി ഉണ്ടാവാൻ കാരണക്കാരെന്ന് സംശയിക്കുന്ന ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ വെളിപ്പെടുത്തലിലേക്ക് നമുക്ക് പോവാം. ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോ ചേട്ടാ എന്നെ കടയിൽ കാണിക്കാൻ കൊണ്ടുപോവാ. പിന്നെ 10-70 കിലോമീറ്റർ ദൂരം നിന്നെ കടൽ കാണിക്കാൻ കൊണ്ടുപോവാ. ഏഷ്യാനെറ്റിലെ അമരമുണ്ട്, അത് വെച്ചിരുന്ന് കാണുമ്പോ. അങ്ങനെ പറയണ്ടായിരുന്നു. കാശില്ലാത്തപ്പോ കടൽ കാണാൻ എന്തോ വഴി. മക്കളെ, കടലമ്മ കള്ളിന്ന് എഴുതി വെച്ചാലേ കടലമ്മ അത് വന്ന് മായ്ക്കും. ഇവിടെ എഴുതിയാലും കടലമ്മ മായ്ക്കുവോ? മായ്ക്കും മക്കളെ. ഞാനെന്തിനു കടൽ കാണാൻ പോകണം? കടൽ വേണം ഇങ്ങോട്ട് വരട്ടെ. കൊല്ലമഞ്ചലിൽ നല്ല തിക്ക ബിരിയാണി മണം. ഉമ്മ എന്തിനും ഇവിടെ തിക്ക ബിരിയാണി ഉണ്ടാക്കണ? ഇന്നെ കല്യാണമല്ലേ പക്രു? അപ്പൊ ഉമ്മ ബിരിയാണി വെക്കണ്ടേ? കല്യാണം തിന്നുകുത്തിയുടെ കാര്യം നടക്കത്ത്. എന്തിന് കാക്ക കത്തിന്റെ മണ്ടയിൽ കയറൊക്കെ കെട്ടി തൂക്കണ? അന്നെ എന്റെ ബീവിയും എനിക്കൊരു ഊനാലി കെട്ടി ആട്ടണമെന്നുണ്ട്. അതിനാണ് അങ്ങോട്ട് കിനാവ് തന്നെ ഈ കാക്ക. അന്നൊക്കെ പെണ്ണ് കിട്ടാത്തോണ്ടാണ് എന്റെ കല്യാണം നടന്നാട്ട. ഒന്നും തോന്നരുത്. എന്തിത് വാപ്പ താർത്തേക്ക് വലിച്ച് കെട്ടുന്നത്? കല്യാണത്തിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്താ പോരെ? ഓഡിറ്റോറിയത്തിനൊക്കെ ഉടുക്കത്തെ ചെലവല്ലടാ മക്കളെ. അത് ശരിയാണ്. മിച്ചം പറഞ്ഞ പൈസ കൊണ്ട് ചെന്നുകുത്തിക്ക് ഒരു ഉടുപ്പും ഒരു പുതപ്പും മാറ്റി ഒതുക്കാം. നടക്കത്ത് വാപ്പ നടക്കത്ത്. കല്യാണത്തിന് എന്തിനു കത്തി? ചിലപ്പോ കേക്ക് കത്തിയാന്നായിരിക്കും. ഇവനോ പക്രൂരപ്പിടി എന്തിനാ പിടിക്കണ? ചിലപ്പോ ആദ്യത്തെ കല്യാണത്തായിരിക്കും. മുതുക്കപ്പെട്ടോ മാമ? എന്തിനാ മാമ മുണ്ടുക്കടിക്കണ? ഇപ്പൊ കാണിച്ചു തരാം മോനെ. ഏതാ പത്തി ദമാനെ നിനക്കൊന്നുണ്ടല്ലോ. പിന്നെന്താ എന്തത്? ഈ നായിന്റെ പോത് ഒരു ബിരിയാണി